ഹായ്, നമുക്ക് ഹാറ്റ്സ് എന്ന പദ്ധതിയെക്കുറിച്ച് പഠിക്കാം. ഇത് പോലീസുകാർക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ്. ഹാറ്റ്സ് എന്നാൽ ഹെൽപ്പ് ആൻഡ് അസിസ്റ്റൻസ് ടു ടാക്കിൾ സ്ട്രെസ്. ഇത് നടപ്പിലാക്കിയത് 2017 2017 തിരുവനന്തപുരം SAT കേന്ദ്രീകരിച്ച് തുടങ്ങിയ പദ്ധതിയാണ്. പിന്നീട് ഇത് മറ്റുള്ള ജില്ലകളിലേക്ക് വ്യാപിപ്പിച്ചു. കാരണം പോലീസുകാരിലെ ആത്മഹത്യകൾ വർദ്ധിച്ചു വരുന്നത് കാരണമാണ് മറ്റ് ജില്ലകളായ കണ്ണൂർ, തൃശ്ശൂർ, കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങളിലേക്കും പദ്ധതി വ്യാപിപ്പിച്ചത്. ജോലി സംബന്ധമായും വ്യക്തിപരമായും പോലീസുകാർക്കുണ്ടാകുന്ന മാനസിക സംഘർഷം ലഘൂകരിക്കുവാൻ ഹാറ്റ്സിലേക്ക് വിളിക്കാം. അടുത്ത കേരള പോലീസ് വകുപ്പ് നടപ്പിലാക്കുന്ന കുറച്ച് പദ്ധതികൾ. ഒന്നാമത്തേത് പൊൽ ബ്ലഡ്. രക്തദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനും അടിയന്തര ഘട്ടങ്ങളിൽ രക്തദാനം നടത്തുന്നതിനുമുള്ള കേരള പോലീസ് പദ്ധതിയാണിത്. അടുത്തത് നിഴൽ. രാത്രിയിൽ ഒറ്റപ്പെട്ടു പോകുന്ന വനിതകൾക്കും മുതിർന്ന പൗരർക്കുമായി കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയാണ് നിഴൽ. അടുത്ത പദ്ധതി പ്രോജക്റ്റ് കൂട്ട്. സൈബർ ലോകത്ത് വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾക്കെതിരെ കുട്ടികളെ സജ്ജരാക്കുവാനായി കേരള പോലീസ് ബച്പൻ ബച്ചാവോ ആന്തോളൻ സംഘടനയുമായി കൈകോർത്ത് കേരളത്തിൽ നടപ്പിലാക്കുന്ന സമഗ്ര ബോധവൽക്കരണ നിയമസഹായ പദ്ധതിയാണ് കൂട്ട്. പദ്ധതിയുടെ ഉദ്ഘാടനം 2022 മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. അടുത്ത പദ്ധതി പിങ്ക് പ്രൊട്ടക്ഷൻ. സ്ത്രീധനവുമായി ബന്ധപ്പെട്ട അവഹേളനങ്ങൾ, സൈബർ ലോകത്തെ അതിക്രമങ്ങൾ, പൊതുയിടങ്ങളിലെ അവഹേളനങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങൾ നേരിടുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് പിങ്ക് പ്രൊട്ടക്ഷൻ. അടുത്തത് ജോല. അതിക്രമങ്ങൾ നേരിടാൻ സ്ത്രീകളെയും കുട്ടികളെയും വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പ്രതിരോധ മുറകൾ പരിശീലിപ്പിക്കുന്ന പദ്ധതിയാണിത്. ഇത് ആരാണ്? വനിതാ പോലീസാണ് ഈ സ്ത്രീകളെ പഠിപ്പിക്കുന്നത്. അത് നമ്മൾ പറഞ്ഞതുകൊണ്ട് അതിനെ കണക്ട് ചെയ്ത് വനിതാ ശിശു വികസന വകുപ്പ് ആവിഷ്കരിച്ച ഒരു പദ്ധതിയുണ്ട്, ധീര. പെൺകുട്ടികൾക്ക് സ്വയം പ്രതിരോധത്തിന് ആവശ്യമായ പരിശീലനം നൽകുന്നതിനായി വനിതാ ശിശു വികസന വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണിത്. അപ്പം ജോല എന്താണെന്നും ധീര എന്താണെന്നും മനസ്സിലാക്കി പഠിക്കുക.